നമസ്കാരം. അമിത ജോലിഭാരം 26-കാരിയായ തന്റെ മകളുടെ ജീവൻ കവർന്നുവെന്നാണ് അന്ന സെബാസ്റ്റ്യൻ പേരയുടെ മരണത്തെപ്പറ്റി പിതാവ് പറയുന്നത്. കളമശ്ശേരി കങ്ങരപ്പടി സ്വദേശിനിയായ അന്ന സെബാസ്റ്റ്യൻ പേര താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണാണ് മരണപ്പെട്ടത്. അന്ന ജോലി ചെയ്ത ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ അമിത ജോലിഭാരമാണ് മകളുടെ ജീവൻ കവർന്നത് എന്ന് മാതാപിതാക്കൾ പറയുന്നു. അന്നയുടെ മരണം അമിത ജോലിഭാരം മൂലമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് അമ്മ അനിത പരാതിയായി കത്തയച്ചിട്ടുമുണ്ട്. മാർച്ച് 19-നാണ് അന്ന ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ പൂനെ ഓഫീസിൽ ജോലിക്ക് പ്രവേശിച്ചത്. അമിത ജോലിഭാരമുണ്ടായിരുന്നിട്ടും അന്ന മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്ന് അമ്മ അയച്ച കത്തിൽ പറയുന്നു. അവൾ എല്ലാം സഹിച്ചു. ഇനി ഒരു കുടുംബത്തിനും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് എന്ന് കരുതിയാണ് കത്തെഴുതിയത് എന്നും അമ്മ പറയുന്നു. അന്നയുടെ കോളേജ് വിദ്യാഭ്യാസം കൊച്ചി സേക്രഡ് ഹാർട്ട് കോളേജിലായിരുന്നു. പിന്നീട് CA പരീക്ഷ പാസ്സായി. തുടർന്ന് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ അന്ന ജോലിക്ക് പ്രവേശിച്ചു. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അന്ന വളരെയധികം സന്തോഷിച്ചിരുന്നു. എന്നാൽ ജൂലൈ 20-ന് അവൾ കണ്ട സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തന്നെ അസ്തമിക്കുകയാണ് ഉണ്ടായത്. പൂനെയിൽ അന്നയുടെ CA കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവം അമ്മ പറയുന്നു. കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ മാതാപിതാക്കൾ ജൂലൈ 6-നാണ് പോയത്. അന്ന് ജോലി കഴിഞ്ഞ് അന്ന വീട്ടിലെത്തിയത് അർദ്ധരാത്രി 1 മണിയോടെയാണ്. വീട്ടിലെത്തിയ പിന്നാലെ അവൾക്ക് കടുത്ത നെഞ്ചുവേദനയുണ്ടായി. മാതാപിതാക്കൾ അവളെ പൂനെയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ഹൃദ്രോഗ വിദഗ്ധനെ കാണിച്ചു. ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുള്ള ഭക്ഷണക്രമവുമാണ് കാരണമെന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞത്. അതിനുശേഷവും അന്ന ജോലിക്ക് പോയി. കുറെ ജോലി തീർക്കാനുണ്ട് എന്നും അവധിയില്ല എന്നുമാണ് അവൾ പറഞ്ഞത്. തൊട്ടടുത്ത ദിവസമായിരുന്നു കോൺവെക്കേഷൻ. ജോലി കഴിഞ്ഞ് ഏറെ വൈകിയാണ് അന്ന കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ പോലും എത്തിയത്. അതിനുശേഷം വീട്ടിലിരുന്നും അന്ന ജോലി ചെയ്തു. അവൾക്ക് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ സമയം കിട്ടിയിരുന്നില്ല എന്ന് അമ്മ പറയുന്നു. എൻ്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഇനി ഉണ്ടാകരുത് എന്നും അവൾ താമസിക്കുന്ന PGയിൽ 10 മണി കഴിഞ്ഞാൽ ഫുഡ് കിട്ടില്ല എന്നും ആ അമ്മ പറയുന്നു. അതുകൂടാതെ വർക്കിൻ്റെ സ്ട്രെസ്സും അവളെ അലട്ടിയിരുന്നു. മകളുടെ മരണത്തിന് കാരണം മൾട്ടിനാഷണൽ കമ്പനിയുടെ ജോലി സമ്മർദ്ദമാണ് എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ പരാതി. മകൾക്ക് ഉറങ്ങാൻ പോലും സമയം കിട്ടിയിരുന്നില്ല എന്നും സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല എന്നും മരിച്ച അന്നയുടെ അച്ഛൻ സിബി ജോസഫ് പറയുന്നുണ്ട്. തന്റെ മകൾക്കുണ്ടായ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുത് എന്നാണ് സിബി ജോസഫും പറയുന്നത്. ഔട്ട്സൈഡ് ക്ലയൻസിന്റെ ഓഡിറ്റാണ് മോളുടെ കമ്പനി ചെയ്യുന്നത്. അവൾ മരിക്കുന്ന സമയത്ത് ബജാജ് ഓട്ടോ എന്ന കമ്പനിയുടെ ഓഡിറ്റിംഗ് ആയിരുന്നു നടന്നിരുന്നത്. അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുകയുമുണ്ടായി. കൃത്യസമയത്തിനുള്ളിൽ തന്നെ ഈ വർക്ക് ചെയ്തു തീർക്കണമെന്നുണ്ട്. അതുകൊണ്ട് രാത്രിയിലൊക്കെ ഇരുന്ന് ജോലി ചെയ്യേണ്ടി വന്നു. 12:30 വരെ അവിടെ ഇരുന്ന് ജോലി ചെയ്യണം. PGയിലെത്തുമ്പോൾ 1:30 അവിടെ എത്തിയാലും അവൾക്ക് അഡീഷണൽ വർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവൾക്ക് ഉറക്കമില്ലായിരുന്നു. റിസൈൻ ചെയ്തു വരാൻ അന്നയോട് മാതാപിതാക്കൾ പലതവണ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ വർക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടുന്ന വർക്കാണെന്നായിരുന്നു അന്നയുടെ മറുപടി. അതുകൊണ്ട് 1 വർഷമെങ്കിലും ഇവിടെ നിൽക്കണമെന്നും അവൾ പിതാവിനോട് പറഞ്ഞിരുന്നു. അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അന്ന പറഞ്ഞിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല. അന്ന അസിസ്റ്റന്റ് മാനേജറോട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരെ പറയുകയുണ്ടായി. നിങ്ങൾ രാത്രിയിലും ജോലി ചെയ്യണമെന്നായിരുന്നു അപ്പോഴുള്ള അവരുടെ മറുപടി. ഫെബ്രുവരിയിലാണ് അവളുടെ CA റിസൾട്ട് വന്നത്. മാർച്ചിൽ അവൾ അവിടെ ജോയിൻ ചെയ്തു. ജൂലൈ 21-ന് അതിരാവിലെയാണ് അവൾ മരണപ്പെട്ടത്. ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും ഉറക്കമില്ലാത്തതിൻ്റെയും പ്രശ്നങ്ങൾ അവൾ പറഞ്ഞിരുന്നു. അവളുടെ കോൺവെക്കേഷന് പോയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ECG എടുത്തു. കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഹാർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല എന്നും പറഞ്ഞിരുന്നു. ഉറക്കമില്ലായ്മയും സമയത്തുള്ള ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും പ്രശ്നം മാത്രമാണ് അന്നയ്ക്കെന്ന് ഉണ്ടായിരുന്നത്. അവൾക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. ആരോഗ്യവതിയായിരുന്നു അന്ന. ഞങ്ങൾ ലെറ്റർ എഴുതിയതിന് ശേഷമാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമുണ്ടായത്. ഇനി വരുന്ന പിള്ളേർക്ക് അങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകരുതെന്നേയുള്ളൂ. ഇത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പുതിയതായി ജോയിൻ ചെയ്യുന്നവർക്കാണ് ഇവർ കൂടുതൽ വർക്ക് കൊടുക്കുക. എന്ത് ജോലി കൊടുത്താലും അവൾ ചെയ്തു തീർക്കും. അതുകൊണ്ടാണ് അവൾക്ക് ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടായത് എന്നും സിബി ജോസഫ് പറയുന്നു. അതേസമയം തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന് മലയാളി യുവതിയായ അന്ന സെബാസ്റ്റ്യൻ മരിച്ചതിൽ
കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ. സംഭവം അതീവ ദുഃഖകരമാണ് എന്നും ഉയരുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുമെന്നും കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ അറിയിച്ചു. അന്നയുടെ മരണത്തിൽ തൊഴിൽ മന്ത്രാലയം അന്വേഷണം നടത്തണമെന്ന് രാജീവ് ചന്ദ്രശേഖറാണ് ആവശ്യപ്പെട്ടത്.